ഹലോ, ഇന്ന് ഞാനൊരു സ്കേർട്ട് ആൻഡ് ബ്ലൗസ് ആട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രിൻ്റഡ് മെറ്റീരിയലൊക്കെ നമ്മൾ വർക്കൊന്നുമില്ലാതെ പ്ലെയിൻ ബ്ലൗസ് ആയിട്ടാണ് സാധാരണ എല്ലാവരും ചെയ്യിക്കാറുള്ളത്. എന്നാൽ ഈ ഒരു ബ്ലൗസിൻ്റെ നെക്കിൽ നമ്മൾ മിറർ വർക്കും കൂടിയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലാണെന്നുണ്ടെങ്കിലും ആ ഒരു വർക്കിൽ ആദ്യം ഒരു ലെയറിലാണ് നമ്മൾ ആ ഒരു മിറർ ചെയ്തെടുത്തത്. പക്ഷേ അങ്ങനെ മാത്രം ചെയ്തെടുത്തിട്ട് വർക്ക് തന്നെ ഒന്നുമില്ലാത്ത പോലെ തോന്നിയത് കൊണ്ടിട്ട് ഞാൻ രണ്ടാമതൊരു ലെയർ കൂടി ആ ഒരു വർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ ആ പ്ലെയിൻ മെറ്റീരിയലൊക്കെ ചെയ്യണ ആ ഒരു ഇടുപ്പ് ഇങ്ങനെയുള്ള പ്രിൻ്റഡ് മെറ്റീരിയൽ എത്ര ചെയ്താലും കിട്ടില്ല. ഈ ഒരു സെയിം വർക്ക് തന്നെ ഞാൻ ഈ മോൾക്ക് മുൻപും ചെയ്ത് കൊടുത്തിട്ടുള്ളതായിരുന്നേ. അപ്പോൾ ഇത്തവണ എനിക്ക് തയ്ക്കാൻ കൊണ്ടുവന്ന് തന്നപ്പോഴേക്കും ആദ്യം പറഞ്ഞതും ഇങ്ങനെ മിറർ വർക്ക് ചെയ്യണമെന്നായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു മിറർ അല്ലാതെ വേറെ ഏതൊരു വർക്കാണെന്നുണ്ടെങ്കിലും ഇതിൽ ചെയ്താൽ അതെടുത്ത് കാണുകയില്ല. 4 മീറ്റർ ഫ്ലെയറിലാണ് നമ്മൾ ആ ഒരു സ്കേർട്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ബ്ലൗസ് ആണെന്നുണ്ടെങ്കിലും പ്രിൻസസ് കട്ടിലാട്ടോ ചെയ്തിട്ടുള്ളത്. 3/4 സ്ലീവിൽ ചെറിയൊരു പഫ് കൂടിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. പ്രിൻ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ടിട്ട് തന്നെ വർക്ക് ചെയ്തപ്പോഴേക്കും ഞാൻ കരുതിയത് സത്യത്തിൽ അത്രയ്ക്ക് ഭംഗിയൊന്നും ഉണ്ടാവില്ലെന്ന് കേട്ടോ. പക്ഷേ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് ഈ ഒരു ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങൾ തന്നെ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ.